റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഭഗവത്ഗീത സമ്മാനിച്ചതിൽ തെറ്റില്ല. ഭഗവത്ഗീതയുടെ പരിഭാഷ റഷ്യൻ ഭാഷയിൽ നൽകുക വഴി നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. അതിലൊരു തെറ്റുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിന് റഷ്യൻ പരിഭാഷയിലുള്ള ഭഗവത്ഗീത സമ്മാനിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു തരൂർ രംഗത്തെത്തിയത്. പുടിനെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനല്ല പ്രധാനമന്ത്രി ഭഗവത്ഗീത നൽകിയത്. അദ്ദേഹത്തിന് സ്വന്തം ഭാഷയിൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ അവസരം കൊടുക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇത് നല്ലൊരു സൂചനയാണ്. നമ്മൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മോദി വഴി ചെയ്തത് എന്നും തരൂർ വിശദീകരിച്ചു. അതുപോലെ സ്കൂളുകളിൽ മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും പഠിപ്പിക്കുമെന്ന കേന്ദ്രമന്ത്രിയും JDS നേതാവുമായ കുമാരസ്വാമി നടത്തിയ പ്രസ്താവനയെയും തരൂർ സ്വാഗതം ചെയ്തു. 1989 താൻ എഴുതിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകം മഹാഭാരതത്തെ തമാശ രൂപേണ പുനരാഖ്യാനം ചെയ്യുന്ന പുസ്തകമാണ്. ആ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു എന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ പുരാണ ഇതിഹാസങ്ങൾ വായിക്കരുത് എന്നില്ല. സ്കൂൾ കാലഘട്ടത്തിൽ രാമായണവും മഹാഭാരതവും വായിക്കുന്നതിൽ തെറ്റില്ല. ഭഗവത്ഗീതയും വായിക്കണം. അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമാണെന്നും തരൂർ പറഞ്ഞു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം എന്നും ഓർമ്മിക്കപ്പെടുന്ന ചരിത്രപരമായ സന്ദർശനം എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച അമൂല്യ സമ്മാനങ്ങളുമായാണ് പുടിൻ മടങ്ങിയത്. ലോകമെമ്പാടുമുള്ള പ്രീമിയം ചായ ആരാധകരുടെ ഇഷ്ടക്കാരനായ അസം ബ്ലാക്ക് ടീ സമ്മാനപ്പെട്ടിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര സമതലങ്ങളിൽ വളരുന്ന അസം തേയില 2007 GI ടാഗ് കരസ്ഥമാക്കിയിട്ടുണ്ട്. രുചിയിലും ഗുണത്തിലും ആഗോളത്തിൽ ഒന്നാം നിരക്കിലാണ് അസം ബ്ലാക്ക് ടീ. ഭാരതത്തിന്റെ സമ്പന്നമായ ഭൂപ്രകൃതിയുടെയും പൈതൃകത്തിന്റെയും അടയാളമായി ഇതിനെ കണക്കാക്കാം. വെള്ളിയിൽ നിർമ്മിച്ച സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച മുർഷിദാബാദ് ടീ സെറ്റും പ്രധാനമന്ത്രി പുടിന് സമ്മാനിച്ചു. മുർഷിദാബാദ് സിൽവർ ടീ സെറ്റ് പശ്ചിമ ബംഗാളിന്റെ സമ്പന്നമായ കലാവൈഭവത്തെയും ഇന്ത്യയിലും റഷ്യയിലും ചായയുടെ ആഴത്തിലുള്ള സാംസ്കാരിക പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു കൈകൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ വെള്ളിക്കുതിരയും പ്രധാനമന്ത്രി പുടിന് സമ്മാനമായി നൽകിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും അന്തസ്സിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണിത്. ഒപ്പം പൈതൃകത്തിന്റെയും പരസ്പര ബഹുമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ആഗ്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ ഒരു കൈകൊണ്ട് നിർമ്മിച്ച മാർബിൾ ചെസ് സെറ്റും സമ്മാനപ്പൊതിയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിക്ക് കീഴിൽ ആഗ്ര ജില്ലയിൽ നിന്നും ഇടം പിടിച്ചത് മാർബിൾ ചെസ് സെറ്റാണ്. പ്രദേശത്തിന്റെ ശിലാപാരമ്പര്യം ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിനു പുറമെ ലോക പ്രശസ്തമായ കാശ്മീരി കുങ്കുമപ്പൂവും റഷ്യൻ ഭാഷയിലുള്ള ഭഗവത്ഗീതയും വ്ളാഡിമിർ പുടിന് നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഭഗവത്ഗീത സമ്മാനിച്ചതിനെതിരെ മുതിർന്ന CPIM നേതാവ് ഹന്നൻ മൊല്ല രംഗത്തെത്തിയിരുന്നു. ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് മൊല്ല പറഞ്ഞു. ഹിന്ദുത്വത്തിന്റെ അടിത്തറ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.